എന്നിട്ട് എന്തായി നിന്റെ തീരുമാനം? അമ്മായിയമ്മയുടെ അനുസരണയുള്ള മരുമകളായി സത്യമ്മയുടെ അപമാനവും പേറി ജീവിതം ജീവിച്ച് തീർക്കാൻ തന്നെ തീരുമാനിച്ചോ? വല്യച്ചി എന്തായി പറയുന്നേ? അവരീ കാണുന്ന ആളൊന്നും അല്ല. ചില പുരാണ കഥകളിലെ 2 മുഖമുള്ള സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? അതുപോലെ 2 മുഖങ്ങളും ഒരുപാട് സ്വഭാവങ്ങളും ഉള്ള സ്ത്രീയാ അവര്. അവര് ചെയ്തതും പറഞ്ഞതും എല്ലാം എണ്ണി പറഞ്ഞവരെ എന്തിനാ നാണം കെടുത്തുന്നു ഓർത്തിട്ടാ ഞാനൊന്ന് അടങ്ങിയത്. പിന്നെ നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മളൊരു മര്യാദ കാണിക്കണല്ലോ, അതിപ്പോ അവർക്കില്ലെങ്കിലും. ഇത് വേറെ ഒന്നുമല്ല ശ്യാമേ. ശാലിനിയോട് സ്നേഹക്കൂടുതൽ കാണിക്കണമെങ്കിൽ നീ അവിടെ വേണം. അത് ഈ ചില അമ്മായിയമ്മമാരുടെ സ്ഥിരം പണിയാ. നമ്മളെ മറ്റുള്ളവർക്ക് മുമ്പിൽ താഴ്ത്തി കെട്ടുമ്പോ അവർക്കെന്താ വല്ലാത്തൊരു സുഖം കിട്ടുന്നേ. ശാലിനിക്ക് സത്യമ്മയ്ക്ക് അവിടെ വഴക്ക് പറയാനും ശാസിക്കാനും ഒരാള്, അതാണ് നീ. പിന്നെ രോഹിത്തിന്റെ കാര്യം അറിയാലോ. അവര് വിധിക്കുന്ന ശിക്ഷ ശിരസ ഏറ്റുവാങ്ങി അവര് പറയുന്നതനുസരിച്ച് അവിടെ അവരുടെ തണലിൽ നിൽക്കാനേ രോഹത്തിന് സാധിക്കൂ. കാരണം അവരുടെ കാരുണ്യം കൊണ്ട് ജീവിതം ഉണ്ടായവനാ രോഹിത്ത്. പക്ഷെ ആ രോഹിത്തിനൊരു കുടുംബമുണ്ട്, ഒരു ഭാര്യയുണ്ട്, ഒരു കുട്ടിയുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ അവനവന് വേണ്ടി ജീവിക്കാൻ രോഹിത്തിന് എന്ന് തോന്നുന്നോ, അന്നേ ഞാനിനി ആ വീട്ടിലേക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ ഈ ബന്ധം തന്നെ വേണ്ടെന്ന് വെക്കും. നമ്മൾ രണ്ടും ഒരേ ഒഴുക്കിൽ നീന്തി പെടാപ്പാട് പെടുമ്പോ അമ്മമാരുയർത്തി മാതൃക കാണിക്കുന്ന ഒരു പേരുണ്ട്, ശാലിനി. കൂടപ്പുറപ്പാണ്, പക്ഷേ എന്നും എപ്പോഴും എല്ലായിടത്തും അവൾക്കാണ് ഉയർച്ച. അവൾക്കായിരുന്നു പരിഗണന. ഞാൻ എന്റെ പഠിപ്പ് പോലും നിർത്തി അടുക്കളയിൽ അമ്മയുടെ സഹായമായി മാറിയത് തന്നെ അവള് പഠിച്ചു മുന്നേറാൻ വേണ്ടിയാ. നല്ലൊരു ജോലി നേടി നമ്മുടെ കുടുംബത്തിന് രക്ഷയാകാൻ വേണ്ടിയാ. എന്നിട്ടിപ്പോ എന്തായി? എന്റെ ജീവിതം ഇങ്ങനൊരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ അവക്ക് കഴിഞ്ഞോ? നല്ലൊരു മറുപടിയെങ്കിലും രാജീവേട്ടന്റെ അമ്മയ്ക്കും അമ്മാവനും കൊടുക്കാൻ കഴിഞ്ഞോ? പോട്ടെ, നല്ലൊരു വക്കീലിനെങ്കിലും എനിക്ക് വേണ്ടി ഏർപ്പാടാക്കാൻ അവൾക്ക് കഴിഞ്ഞോ? ഒന്നും സാധിക്കില്ല. കാരണം ശാലിനിയുടെ ജീവിതം ഇപ്പൊ ആസ്വദിക്കുക. അമ്മായിയമ്മയും കൂടി സ്നേഹവാത്സല്യത്തോടെ ചോറ് വാരി കൊടുക്കാൻ പിന്നാലെ നടക്കുമ്പോഴേ നമ്മുടെ ജീവിതങ്ങൾക്ക് എന്ത് പ്രസക്തിയാ മോളെ ഉള്ളത്? അതുപോലെ തന്നെ മോളെ നിന്റെ ജീവിതം ആകാൻ പോകുന്നത്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ കാര്യങ്ങൾക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. ഒരു IAS ചിന്തകളും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യില്ല. അതെല്ലാം മനസ്സിലാക്കിയിട്ട് എന്റെ വയറ്റിൽ വളരുന്ന ഈ കുഞ്ഞിനെ വരെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞത്.